ഹലോ നമസ്കാരം. മലയാളി ട്രാവൽ ഗൈഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് വർക്കലയിലാണ്. വർക്കല പാപനാശം ബീച്ചിൽ സഞ്ചാരികൾ കണ്ടിരിക്കേണ്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിലൊന്നായിട്ട് നമ്മുടെ വർക്കലയിലെ പാപനാശം ബീച്ചിനെ സഞ്ചാരികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിന്റെ ബീച്ച് ഗൈഡ് ബുക്കിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതോടുകൂടി ലോക പ്രശസ്തമായ ഒരു ബീച്ചായിട്ട് വർക്കല മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് ഏതാണ്ട് 45 കിലോമീറ്റർ വടക്ക് മാറിയിട്ടാണ് നമ്മുടെ വർക്കല ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് എപ്പോഴും ഇങ്ങോട്ട് ബസ് സർവീസും ട്രെയിൻ സർവീസും എല്ലാം ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് 3.5 കിലോമീറ്റർ മാറിയാണ് ബീച്ച്. ബസ്സിൽ വന്നാലും ഏതാണ്ട് 3.5 കിലോമീറ്റർ ദൂരം ടൗണിൽ നിന്നും വർക്കല ബീച്ചിലോട്ടുണ്ട്. ലോകോത്തര സൗകര്യങ്ങളുള്ള ഒരു ബീച്ചാണ് പാപനാശം ബീച്ച് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ വരുന്നവർക്ക് പാരാസൈലിംഗ്, സ്കൂബ ഡൈവിങ്, പാരാഗ്ലൈഡിങ് തുടങ്ങിയ സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ബീച്ചിൽ പുതുതായിട്ട് ആരംഭിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് കാണാനും അതുപോലെ തന്നെ ചില വാട്ടർ സ്പോർട്സിന്റെ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ ടിക്കറ്റ് ഒന്ന് എടുക്കാം. ടിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ 120 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ തൽക്കാലം നമുക്ക് അതിന്റെ മാത്രം ടിക്കറ്റ് എടുക്കാം, എന്നിട്ട് നമുക്ക് കയറാം. അപ്പോൾ 120 രൂപ കൊടുത്ത് നമ്മൾ കയറാൻ വേണ്ടി തീരുമാനിച്ചു. കയറുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനമില്ല. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്ക് പ്രവേശനമില്ല. അതുപോലെ ലഹരിക്ക് അടിമപ്പെട്ട് മദ്യപിച്ച് വരുന്ന ആൾക്കാരെ അവർ യാതൊരു കാരണവശാലും കയറ്റില്ല. കാരണം ഒന്നാമതെ ബാലൻസ് കിട്ടത്തില്ല. നമ്മളൊരു ചെറിയൊരു ബാലൻസിൽ നടന്നാൽ മാത്രമേ നമുക്കവിടെ പോകാൻ പറ്റത്തുള്ളൂ. ഇത് ഏതാണ്ട് 100 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള പാലമാണ്. അതുപോലെ പാലത്തിന് ഇരുവശത്ത് തൂണുകളുണ്ട്. പാലത്തിന്റെ അവസാനം 11 മീറ്റർ നീളവും 7 മീറ്റർ വീതിയുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. കാരണം അവിടെ നിന്നാണ് നമുക്ക് പ്രകൃതി ദൃശ്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് ഇവരുടെ തന്നെ സ്പീഡ് ബോട്ട് ഉണ്ട്. അതിന്റെ ടിക്കറ്റ് എടുത്താൽ അവിടെ നിന്നാണ്, ആ വീതി കൂടിയ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമുക്ക് സ്പീഡ് ബോട്ടിൽ കയറി യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് സേഫ്റ്റി ജാക്കറ്റ് ഇടണം. സേഫ്റ്റി ജാക്കറ്റ് ഇട്ട് മാത്രമേ നമ്മളെ പാലത്തിലോട്ട് കയറ്റുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലായിടത്തും സേഫ്റ്റി ഗാർഡ് നിൽപ്പുണ്ട്. അപ്പോഴേ നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അവരെല്ലാ കാര്യങ്ങളും ഓരോരുത്തരും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ കടലിന്റെ ഓളത്തിനൊപ്പം നമുക്ക് ഇങ്ങനെ പതുക്കെ നടന്നു പോകാൻ സാധിക്കും. അതൊരു പ്രത്യേക ഫീലാണ്. ഇവിടെ വന്നത് നമ്മൾ അതേ കൂടെ നടന്നാൽ മാത്രമേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ പക്ഷേ താരതമ്യേന തിര കുറവുള്ള സ്ഥലത്താണ് അവർ ആ ബ്രിഡ്ജ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ നല്ലൊരു അനുഭവം. എന്തായാലും അങ്ങോട്ട് നടക്കുകയാണ് പതുക്കെ. നമുക്ക് അങ്ങേ അറ്റത്ത് ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കിനി പതുക്കെ തിരിഞ്ഞു നോക്കി ഓരോ കാഴ്ചകളും കാണാം. നമ്മൾ പാലത്തിലോട്ട് കയറുന്ന സമയത്താണ് നമുക്ക് കുറച്ച് പേടിയൊക്കെ അനുഭവപ്പെടുന്നത്. കാരണം അവിടെയാണ് തിര ശക്തമായിട്ട് അടിച്ച് നമ്മുടെ ആ ബ്രിഡ്ജ് ഇച്ചിരി ഉയരത്തിലോട്ട് പോകുന്നത്. നമ്മൾ ആ പാലത്തിൻ്റെ അവസാനത്തോട് വരുമ്പോൾ അധികം തിരയടിച്ചത് ഉയരുന്നില്ല. അതുകൊണ്ട് നമുക്ക് താരതമ്യേന പേടി കുറവാണ് ഇവിടെ വരുമ്പം അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്നാണ് ആ സ്പീഡ് ബോട്ടിൽ കയറുന്നതൊക്കെ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പേടിയെ കംപ്ലീറ്റ്, ഇങ്ങി വരുമ്പോഴത്തേനെ പേടിയെല്ലാം മാറും. വേണ്ട സ്പീഡ് ബോട്ടിൽ ആൾക്കാർ ടിക്കറ്റ് എടുത്തവർക്ക് അവിടെ നിന്ന് കയറാൻ സാധിക്കും. അവരെ ഒരു 15 മിനിറ്റ് വരെ ചുറ്റിയടിപ്പിച്ചിട്ട് വീണ്ടും ഇവിടെ തന്നെ കൊണ്ടവരെ ഇറക്കി വിടും. ഇവിടെ നിന്നുള്ള ക്ലിഫിൻ്റെ കാഴ്ചയൊക്കെ വളരെ മനോഹരമാണ്. വളരെ ഉയർന്നിരിക്കുന്ന ക്ലിഫും അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പാരാഗ്ലൈഡിങ് നടത്തുന്ന ആൾക്കാരെയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ദൂരമായിട്ടാണ് കര കാണുന്നത്. പക്ഷേ ഈ ലാസ്റ്റിൽ നമ്മളിവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതി മാത്രമേ തോന്നുള്ളൂ. എന്താണെന്നറിയില്ല, ഇന്ന് ഒരു പക്ഷേ തിര കുറവാണിപ്പം, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി അതിൻ്റെ അവസാനം വരെ വന്നു. ഇവിടെ നിന്നുള്ള കാഴ്ചകളെ കണ്ടു. താഴോട്ട് 500 മീറ്റർ ഡീപ്പുണ്ട് ഇവരുടെ അവസാനം. പക്ഷേ 500 മീറ്റർ നമുക്ക് താഴോട്ട് കാണാൻ സാധിക്കുന്നില്ല. നല്ല നീല നിറമായിട്ടാണ് ഇന്ന് കടൽ കാണുന്നത്. മത്സ്യങ്ങളെ പോലും ഒന്ന് കാണാൻ സാധിക്കുന്നില്ല. മത്സ്യക്കുഞ്ഞുങ്ങളെ പോലും കാണാൻ സാധിക്കുന്നില്ല. ഒരു അഴുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. വളരെ കടൽ കുറച്ച് ശാന്തമായ സ്ഥിതിയിലാണ് നിന്ന്.
അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ സമയമായി. തിരക്ക് കുറവാണ്, പക്ഷേ അധികം നേരം നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തിരികെ പോകാമെന്ന് വെച്ചു. അങ്ങനെ തിരികെ നടക്കുകയാണ്. തിരികെ നടക്കുമ്പോഴേ നമ്മളൊരു ബാലൻസിൽ വേണം നടക്കാൻ. അപ്പോൾ അങ്ങനെ ക്ലിഫിന് ലക്ഷ്യം വെച്ചുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. ഇവിടെ രാവിലെ 7 തൊട്ട് വൈകിട്ട് 6:30 വരെയാണ് നോർമൽ ടൈമിങ്. പിന്നെ ക്ലൈമറ്റിനനുസരിച്ച് ചില ചേഞ്ചസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെ പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രിഡ്ജ് അല്ലാതെ തന്നെ സ്പീഡ് ബോട്ട് ഉണ്ട്, ATV ബൈക്ക് ഉണ്ട്, അല്ലാതെ ബനാന ബോട്ട് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനത്തെ റൈഡുകളും യാത്രകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഞാൻ കുറേ കാര്യങ്ങൾ അവരോട് ചെന്ന് അന്വേഷിച്ചു. അപ്പോൾ എല്ലാത്തിനും കൂടെ ചേർന്ന് 1000 രൂപയും. ഫ്ലോട്ടിംഗ് സ്പീഡ് ബോട്ട് 600. ബനാന ബോട്ട് അതിനെത്ര? ബനാന ബോട്ട് 450 rupees. ഈ ഓടിച്ചു പോകുന്നത് ATV ബൈക്കാണ്. ഇത് ഡെസേർട്ടിലൊക്കെ സാധാരണ യാത്ര ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബൈക്കാണ്. പക്ഷേ അവർ നമ്മളെ ഒറ്റയ്ക്ക് വിടത്തില്ല, അവരുടെ ഇതിൻ്റെ കൂടെ ഒരാളുണ്ട്. പിന്നെ നമുക്ക് ഓടിച്ചു പോകാം. ഇതിന് 250 രൂപയാണ്. 10 മിനിറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ യാത്ര ചെയ്യാൻ പറ്റും. ഇതാണ് സാധനം. ഇതാണ് നമ്മുടെ രാജസ്ഥാൻ മരുഭൂമിയിലും നമ്മുടെ വിദേശത്ത് മിഡിൽ ഈസ്റ്റിലെ എല്ലായിടത്തും ഇതാണ് ഉപയോഗിക്കുന്നത്. ഡെസേർട്ടിലൊക്കെ കൊണ്ടിട്ടോ യാത്ര ചെയ്യാനായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് ഇതാണ്. പക്ഷേ ഇച്ചിരി ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. ഇതാ ഈ വരുന്ന പാരാഗ്ലൈഡിങ്ങിൻ്റെ ഇത് ഇങ്ങനെ ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുകളിൽ കൂടെ. 15 മിനിറ്റ് യാത്ര ചെയ്യുന്നതിന് 4500 രൂപയാണ് ചാർജ്. ഇഷ്ടമുള്ളവർ യാത്ര ചെയ്താൽ നല്ല ഒരു അനുഭവം. വർക്കല ക്ലിഫും നമ്മുടെ അവിടുത്തെ സമുദ്രവും എല്ലാം നല്ല രീതിയിൽ കണ്ടാസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ വന്ന് ഇത് യാത്രകൾ ചെയ്യുക. ക്ലിഫിൻ്റെ മുകളിലോട്ടുള്ള ഈ ചെറിയ വഴിയെ കൂടെ നമുക്ക് മുകളിലോട്ട് കയറി പോകാം. അവിടെ നിന്ന് ക്ലിഫിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് തിരികെ പോകാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ റോഡ്, ഈ ചെറിയ വഴി വളരെ ദുർഘടം പിടിച്ച വഴിയാണ്. സ്ലിപ്പാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനോഹരമാണ് കടൽ. ക്ലിഫിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ രസകരമാണ്. തൊട്ട് ബാക്കിൽ കുറച്ച് ഇവിടുത്തെ ഹോട്ടലുകളും മറ്റുമെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നല്ല രസമാണ് കാണാൻ. അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോഴെന്തായാലും വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.